അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1975 ഉസ്താദ് SYSൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആകുന്നത്. 1976 ടൗൺ ഹാളിൽ വച്ച് നടന്ന കോഴിക്കോട് ടൗൺ ഹാളിലാണ് ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നതും SYSൻ്റെ പ്രസിഡൻ്റായ ബഹുമാന്യരായ EK ഹസൻ മുസ്ലിയാർ വരുന്നതും. അന്നത്തെ ആ ജനറൽ ബോഡിയുടെ ആദ്യത്തെ തീരുമാനം 5 ലക്ഷം പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരത്തേക്ക് പ്രിയപ്പെട്ട ഉസ്താദും ഹസൻ ഉസ്താദും അവേലത്ത് തങ്ങളും യാത്ര തിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് 5 ലക്ഷം പിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായ തുകകളൊക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഉസ്താദിനെ അവിടെ സ്ട്രൈക്ക് ചെയ്ത്, മംഗലാപുരം എന്ന് പണ്ട് കാലത്തെ മുസ്ലിങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രമുള്ള സ്ഥലമാണ്. ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും കോളേജുകളൊക്കെ അന്ന് തന്നെ ധാരാളം പണക്കാരായ ആളുകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഉസ്താദ് കേരളത്തിൻ്റെ അപ്പുറത്തുള്ള വെല്ലൂരാ പഠിച്ചത്. അവിടെ ബാക്കിയാത്ത് സ്വാലിഹാത്തും ഉണ്ട്. ഉസ്താദിൻ്റെ മനസ്സിൽ വരുന്നത് ഈ രണ്ടും, വെല്ലൂരും മംഗലാപുരവും കേന്ദ്രീകരിക്കുന്ന ഒരു സമഞ്ജസമായ ഇൻ്റഗ്രേറ്റഡ് വിദ്യാഭ്യാസം വേണം എന്ന് ഉസ്താദിൻ്റെ മുന്നിലേക്ക് ആശയം വരികയും തിരിച്ചുള്ള ചർച്ചയിൽ ഉസ്താദിൻ്റെ എല്ലാമെല്ലാമായ അവേലത്ത് തങ്ങളോടും ഹസൻ ഉസ്താദിനോടും എനിക്കിങ്ങനെ ഒരു ആശയമുണ്ട്, ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു നമുക്കിത് സംഘടനയിൽ വെക്കാം, SYSൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കാം എന്ന് പറയുകയും അവിടെ നിന്ന് ആ യാത്രയിൽ നിന്ന് ആരംഭിച്ച ചർച്ച 5 ലക്ഷം പിരിക്കാൻ പോയ ചർച്ച പിറ്റേത്തെ മീറ്റിങ്ങിൽ 1 കോടി രൂപയുടെ പ്രൊജക്റ്റായിട്ടാണ് വരുന്നത്. ഇത് മർക്കസിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ 5 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി 1 കോടി, 1 കോടിയിൽ തുടങ്ങിയത് 10 കോടി, 10 കോടിയിൽ നിന്ന് 100 കോടി, ഇങ്ങനെ നമ്മൾ വിചാരിച്ചോടത്തെല്ലാം മർക്കസ് നിൽക്കാറുള്ളത്. ഏത് പ്രൊജക്റ്റ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാം. ഇത് മർക്കസിൻ്റെ ഒരു സ്വഭാവം ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വ ഫറഉഹാ ഫിസ്സമാ. ഈമാനിൽ അധിഷ്ഠിതമായി നല്ല വിഷനോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ഈമാനുള്ള ആളുടെ വാക്ക്, വിഷൻ, അത് ഭൂമിയിൽ ആഴ്ന്ന് വേരിറങ്ങിയ വൃക്ഷം പോലെയാണ്. അതിൻ്റെ ആകാശങ്ങളിലേക്ക് എഴുന്നു നിൽക്കുന്നതാണ് അതിൻ്റെ ബ്രാഞ്ചുകൾ, ശിഖരങ്ങൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വേരിൽ, ആ വിശ്വാസത്തിൽ നിന്ന് ഉസ്താദ് അത് തുടങ്ങുകയും അതിൻ്റെ തടി ഇൽമാണ്. ആ വിജ്ഞാനം ഇസ്ലാമിനെ പിടിച്ചു നിർത്തുന്നത് ഇൽമാണ്. ആ വിശ്വാസത്തിൽ അടിസ്ഥാനമായി ഇൽമ് വളർന്നാൽ അതിൽ നിന്ന് ധാരാളം ഫലങ്ങൾ, ധാരാളം സഖാഫിമാർ, ധാരാളം ഹാഫിളുകൾ, ധാരാളം ഡോക്ടേഴ്സ് ഇങ്ങനെ നിരന്തരം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മർക്കസ് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷജറത്തുൻ ത്വയ്യിബയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ നഖ്ല, അത് ഈന്തപ്പനയാണ് എന്നതാണ്. നമുക്കറിയാം, ഏത് പ്രതിസന്ധി കാലാവസ്ഥയിലും അതിജീവിച്ച്, അതികഠിനമായ വെയിലും കൊടുങ്കാറ്റും എല്ലാം അതിജീവിച്ച് നമ്മുടെ മുന്നിൽ ഈന്തപ്പന വരെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മർക്കസും. എല്ലാ രാഷ്ട്രീയപരമായിട്ടും ആദർശപരമായിട്ടും വിദ്യാഭ്യാസപരമായൊക്കെയുള്ള പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തലയുയർത്തി നിൽക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചത് മർക്കസാണ്. കേരള മൈഗ്രേഷൻ സർവേ ഉണ്ട്, 9ാമത്തെ സർവേയാണ് ഗവൺമെൻറ്റിൻ്റെത്, പ്രവാസികളെക്കുറിച്ചുള്ള സർവേ. കഴിഞ്ഞ് നടന്ന 2023, 2024 നോർക്കയാണത് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് 40%
ഈ കേരളത്തിലെ 40% വീടുകളിലും പ്രവാസിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ പ്രവാസം തിരിച്ചു വന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇവര് പക്ഷെ കോവിഡിന് ശേഷം പ്രവാസത്തിൽ അതിശക്തമായ ഡിക്ലൈന് സംഭവിക്കുന്നു. മർക്കസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, മറ്റു പഠനങ്ങൾ പറയുന്നത് കേരളത്തിലെ പ്രവാസി സമൂഹത്തിൻ്റെ പ്രത്യേകത, ലോകത്തിൽ ഗൾഫ് മൈഗ്രേഷൻ 3 ഘട്ടമാണുള്ളത്. നിങ്ങളറിയെങ്കിൽ ആദ്യം ചിലപ്പോൾ ലെബനീസ് അല്ലെങ്കിൽ സിറിയക്കാരൊക്കെ വലിയ പ്രൊഫഷണൽ എന്താണെന്ന് വെച്ചാൽ 30 മുതൽ 60 വരെ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് സിറിയക്കാരും ലെബനികളൊക്കെ. 70 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലാണ് വ്യാപകമായി നമ്മൾ മലയാളികളും ഫിലിപ്പീൻസും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളൊക്കെ വരുന്നത്. ഇത് പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 2000-ന് ശേഷം കോവിഡിന് ശേഷം മൈഗ്രേഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ജോലി തേടിയിട്ട് ആളുകൾ അധികവും പോകുന്നില്ല, പഠനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പഠിച്ച ആളുകൾ നമ്മളെ നാട്ടിൽ തിരിച്ചു വരണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, അവിടെ തന്നെ സെറ്റിൽ ആവണം എന്നുള്ളത് ആഗ്രഹം. നമ്മുടെ നാട്ടുകളിലൊക്കെ നമുക്കറിയാം, മക്കൾ പഠിപ്പിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ആ പഠനം പറയുന്നത് 2023 ആ പഠനം പറയുന്നത് കേരളീയ സമൂഹം അത് യാത്ര ചെയ്യുന്ന സമൂഹം എന്നതിൽ നിന്നുപരി അവിടെ സെറ്റിലാവണം എന്ന ആഗ്രഹത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും മറ്റൊക്കെ ആദർശത്തിൽ, മർക്കസിൻ്റെയും മുന്നോട്ട് വെച്ച ആദർശത്തിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മർക്കസിൻ്റെ പ്രോഗ്രസ്സുകൾ കണ്ടിട്ടുണ്ടാവും. ഓരോ സമയത്തിലും ആ കാലഘട്ടത്തിന് അനുസൃതമായത് എന്താണോ അത് നൽകാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഓർഫനേജ് ആവശ്യമുള്ള സമയത്ത് അത്, ശരിയത്ത് ആവശ്യമുള്ള സന്ദർഭത്തിൽ അത്, ബനാത്ത് അല്ലെങ്കിൽ വുമൺ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള സന്ദർഭത്തിൽ അത്, യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൽ അത്, നമുക്ക് സുസ്ഥിരമായിട്ടുള്ളൊരു സിറ്റി വേണം ആ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള വലിയ പദ്ധതികളൊക്കെ മർക്കസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ വരും തലമുറ നമ്മളെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ വലിയൊരു ചോദ്യചിഹ്നമാണ്. നാം പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അല്ലെങ്കിൽ ദൈനംദിന ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അവിടെ മർക്കസ് ആരംഭിച്ചതാണ് മർക്കസ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ മക്കൾ ഏത് രാഷ്ട്രത്തിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലായാലും എങ്ങനെയാണോ അവർ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട സന്ദർഭത്തിൽ ഹോം സ്കൂളിങ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വ്യാപകമായിട്ടുള്ള കൺസെപ്റ്റാണ്. ചിലവ് കുറച്ച് 1-to-1 നമുക്ക് പാരൻറ്റിങ് നൽകി, ടീച്ചിങ് നൽകി, ആ രൂപത്തിൽ മക്കളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും മർക്കസിൻ്റെ വിഷൻ്റെയും അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള സാധ്യമായ അന്തരീക്ഷത്തിലെല്ലാം നിങ്ങൾ ഏത് രാഷ്ട്രങ്ങളിലായാലും, യൂറോപ്പിലായാലും ഗൾഫ് രാഷ്ട്രങ്ങളിലായാലും ഒക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നൊരു വിദ്യാഭ്യാസ സംരംഭം ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ നാടും അതേസമയം ഓൺലൈനും ആവുന്ന രൂപത്തിൽ എല്ലാവിധ അക്രഡിറ്റേഷനോടും കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ മർക്കസ് നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മർക്കസിൻ്റെ സംരംഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടുകൂടി തുടങ്ങാൻ ഷെയ്ഖുനാക്ക് തൗഫീക്ക് നൽകിയ സന്ദർഭത്തിൽ ഇതിൻ്റെ കൂടെ നിന്നവരാണ് നമ്മളെല്ലാവരും. ഭാവിയിലും ഇത്തരം പദ്ധതികളോടുകൂടെ മുന്നോട്ട് നിൽക്കാൻ നമുക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഷെയ്ഖുന നമ്മോട് എപ്പോഴും പറയുന്നൊരു വിഷൻ, ഇത് ഖിയാമം വരെ ഞാൻ തുടങ്ങിയത് നിൽക്കണം. എല്ലാ കാര്യങ്ങളും നശിച്ചു പോവാറുണ്ട്. അല്ലെങ്കിൽ ബാക്കിയാത്തിലേക്ക് ഉസ്താദ് പറയും, ബാക്കിയാത്ത് ഒരു കാലത്ത് പ്രതാപമുണ്ടായിരുന്നു, ഇന്നതിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെ ആവരുത്. ഇങ്ങനെ മർക്കസിനെ കുറിച്ച് എന്നും ഉസ്താദിന് വലിയ ആഗ്രഹങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദിട്ട ഈ വിത്ത്, ഈ നല്ല മരം, അത് ഖിയാമം വരെ നിലനിൽക്കാൻ, നമുക്ക് അതിന് ശക്തി പകരാൻ, നമ്മുടെ തലമുറകളിലേക്ക് ഈ ആശയവും ഈ ആവേശവും പകരാൻ നാം നിർബന്ധമായിട്ടും പ്രയത്നിക്കണം. അതിനാണ് ഇത്തരം ഫാമിലി സംഗമങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അതിനെൻ്റെ മർക്കസിൻ്റെ എല്ലാ സംരംഭങ്ങളിലേക്കും ചേർന്ന് നിൽക്കണം എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.